മനുഷ്യജീവന് ഭീഷണിയായ അപകടകാരികളായ നായകളെ കൊല്ലാമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം കണ്ണീരോടെ സ്വാഗതം ചെയ്യുകയാണ് റാന്നി പെരുന്നാട് സ്വദേശിനി രജനി. 2022 സെപ്റ്റംബർ മാസം 5-നാണ് രജനിയുടെ മകൾ 12 വയസ്സുകാരി അഭിരാമി പേവിഷബാധയേറ്റ് മരണപ്പെട്ടത്. വീടിന് സമീപമുള്ള വഴിയിൽ വെച്ച് തെരുവ് നായ ആക്രമിച്ചത്. കുട്ടിയുടെ മുഖത്തും ശരീരത്തിലും നായയുടെ കടിയേറ്റിരുന്നു. ഉടൻ തന്നെ പെരുന്നാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ആന്റി റാബിസ് വാക്സിൻ എടുത്തെങ്കിലും അല്പ ദിവസത്തിനകം കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാവുകയായിരുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും നില വഷളായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് അഭിരാമിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി താൻ ഉൾപ്പെടെ നായകളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട നിരവധി ആളുകളുടെ ബന്ധുക്കൾക്ക് ആശ്വാസം നൽകുന്നതാണെന്ന് രജനി പറഞ്ഞു. സുപ്രീം കോടതി വിധി എന്നെ പോലുള്ള കുറെ അമ്മമാര് അല്ലെ പ്രായമായവര് അങ്ങനെയുള്ളവർക്കെല്ലാം ആശ്വാസകരമായ ഒരു വിധിയാണ്. പന്നിയാണേലും കോഴികളാണേലും താറാവ് അങ്ങനെയുള്ളവർക്കൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം കൊല്ലാൻ നിയമമുണ്ടല്ലോ. പട്ടിക്ക് മാത്രം നിയമമില്ല. പേവിഷം ബാധിച്ച് തലച്ചോറിനകത്ത് വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആളിനെ ജീവനോട് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അത് ഹോസ്പിറ്റലിൽ എല്ലാ ഡോക്ടേഴ്സിനും അറിയാവുന്ന കാര്യമാണ്. മറ്റൊരാൾക്ക് പോലും ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു പ്രായമായവർക്കും മറ്റുള്ളവർക്ക് ആർക്കും ഈ ഒരു കാര്യം ഉണ്ടാകരുത്. തെരുവിൽ നിന്ന് ഒരു നായയുടെ പോലും കടിയേറ്റ് ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടും. ജീവന് അതുപോലെ കുഞ്ഞുങ്ങളുടെ ആരുടെ ആയാലും ജീവൻ അതുപോലെ വിലയുള്ളതാണ്. നമ്മുടെ മനുഷ്യരുടെ ജീവന് വളരെ വില കൽപ്പിച്ച് ഇന്ന് സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ സ്വാഗതാർഹമാണ്.